Hello all, welcome to day 3. നമുക്ക് പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കളറിംഗ് സെക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയാണ്. അതായത് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ 2 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കാണാൻ കഴിയും, ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു, അവിടെ 2 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ഡിവിഷൻ ചെയ്തും ഒരു ഡിവിഷൻ ചെയ്തും. ആ ഡിവിഷനകത്ത് ഒരു H3 ടെക്സ്റ്റും ഒരു പാരഗ്രാഫും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൗസ് ഹോവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഇത് ഡിവിഷനാണ്. അതിനകത്തുള്ള H3 ടെക്സ്റ്റ് ആണിത്, അതിനകത്തുള്ള പാരഗ്രാഫാണിത്. പിന്നെ അതിനകത്ത് ഇപ്പുറത്തുള്ള ഡിവിഷനാണ് ഫോട്ടോ കാണുന്നത്. ഇമേജ് മാത്രമേ ആ ഡിവിഷനിലുള്ളൂ. അതിന്റെ കോഡ് ഇവിടെയാണ്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് താഴെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഈ സർവീസസ് എന്ന് പറയുന്ന സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് താഴെ അബൌട്ട് മീ ഉണ്ട്. അബൌട്ട് മീ സെക്ഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ആദ്യം സർവീസസ് എന്ന് പറയുന്ന സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സർവീസസ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ആദ്യം മുകളിൽ ഒരു ഡിവിഷൻ വേണം. ഈ സർവീസസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി ഒരു ഡിവിഷൻ, താഴെ ഈ 3 കാർഡുകളും ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു സെക്ഷനും വേണം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കാം. സർവീസസ്, അതിന്റെ കാർഡിന്റെ വേറൊരു സെക്ഷൻ. അപ്പോ സർവീസസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. ക്ലാസ് സർവീസസ്. അപ്പോൾ ക്ലാസിന്റെ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്റ്റൈലിനകത്ത് വന്നിട്ട് നമുക്ക് കമന്റ് ചെയ്യാം. കൺട്രോൾ \/ ക്ലിക്ക് ചെയ്ത് കമന്റ് ഓപ്പൺ ആക്കുന്നു. അവിടെ സർവീസസ് സെക്ഷൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കമന്റ് ചെയ്ത് കൊടുക്കുകയാണ്. സർവീസസ് സെക്ഷന്റെ CSS കോഡ്സ് ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ സർവീസസ് എന്ന് പറയുന്ന ഈ ക്ലാസിന്റെ സ്റ്റൈൽ ഇവിടെ നിർവചിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം, CSS ഫയലിൽ ഡോട്ട് ഇട്ടതിന് ശേഷം ആ ക്ലാസ് നെയിം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തിരുന്നു. നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റൈലുകളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നിലവിൽ സർവീസസ് സെക്ഷൻ ഹൈറ്റ് 0 ആണ്, വിഡ്ത്ത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഹൈറ്റ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് കളർ കൊടുത്താലും കാണാൻ കഴിയില്ല. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു കളർ കൊടുക്കാം. #000 ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കൊടുത്തപ്പോൾ ബ്ലാക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല, കാരണം ഹൈറ്റ് ഇല്ല. വിഡ്ത്ത് ഫുൾ ഉണ്ടെങ്കിലും ഹൈറ്റ് 0 ആയതുകൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹൈറ്റ് കുറച്ച് കൊടുക്കാം. ഹൈറ്റ് ഒരു സാമ്പിളിന് വേണ്ടി 100 പിക്സൽ കൊടുക്കാം. 100 പിക്സൽ ഹൈറ്റ് കൊടുത്തപ്പോൾ നമുക്ക് ഹൈറ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഹൈറ്റ് അല്ല അവിടെ കൊടുക്കേണ്ടത്, അതിനകത്ത് വരുന്നത്, അതായത് ഈ സെക്ഷൻ അകത്ത് വരുന്ന കണ്ടന്റ് എത്ര വരുന്നുണ്ടോ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് എൻലാർജ് ആയിക്കോളും. ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തുള്ള ഡിവിഷന്റെ അകത്തുള്ള സെക്ഷൻ ടാഗുകളുടെ വലുപ്പം അനുസരിച്ച് സർവീസസ് എൻലാർജ് ആയിക്കോളും. അപ്പോൾ നമുക്കിവിടെ കൊടുക്കേണ്ടത് സർവീസസ് എന്ന് പറയുന്ന ഒരു നെയിം മുകളിൽ കൊടുത്തേക്കുന്ന നമുക്ക് ഇവിടെ ഒരു നെയിം, ഇതിനൊക്കെ നെയിം മുകളിൽ വരണം. താഴെ എനിക്ക് 3 കാർഡുകളും വരണം. അപ്പോൾ നമ്മുടെ സർവീസസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് ഫ്രീലാൻസ് പ്രോജക്ട്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സർവീസുകൾ ആഡ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഈ സർവീസസ് സെക്ഷന് 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് മുകളിലെ ഈ ടെക്സ്റ്റ് വരുന്ന ഡിവിഷനും താഴത്തെ കാർഡ് വരുന്ന ഡിവിഷനും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 2 ഡിവിഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഡിവ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക.
ഒരു ഡിവിഷൻ ക്രിയേറ്റ് ആയി. അടുത്ത വീണ്ടും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാം. ഇപ്പോൾ 2 ഡിവിഷൻ ക്രിയേറ്റ് ആയി. നമുക്ക് ഈ ഹൈറ്റ് എന്നുള്ളത് ഡിലീറ്റ് ആക്കാം. ഹൈറ്റ് സെക്ഷൻ വേണ്ട. 100 എന്ന് കൊടുത്ത് ലിമിറ്റ് ചെയ്താൽ പിന്നെ 100 മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്തുള്ള ഡിവിഷൻസിന്റെ സൈസ് അനുസരിച്ച് എൻലാർജ് ആയിക്കോളും. ഓക്കെ, ഇവിടെ നമുക്ക് സർവീസസ് എന്ന് പറയുന്നത് കൊടുക്കാം. അവിടെ ഒരു H3 ടാഗില് H3 ടാഗ് ഇടുന്നത് ടെക്സ്റ്റ് ടാഗാണ് H3 ടാഗ്. ഹെഡിങ് 3 എന്നാണ് H3. അത് സർവീസസ് എന്ന് എഴുതി കൊടുക്കാം. സർവീസസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം അതിന്റെ സ്റ്റൈല് ഇവിടെ കൊടുത്തിട്ടില്ല. കളർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തതാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എവിടെയാണ് ഇത് വന്നിട്ടുള്ളതെന്ന്. ഇവിടെ ആ ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാക്ക് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ ഉള്ളിലെ ടെക്സ്റ്റും ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്. അപ്പോൾ ചെയ്യേണ്ടത് അതിന്റെ ഒന്നുകിൽ ടെക്സ്റ്റിന്റെ കളർ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കണം. ഈ ബ്ലാക്കിന് ചുറ്റും കാണുന്ന ഈ ഓറഞ്ച് കളർ അതിന്റെ മാർജിനാണ്. സ്റ്റൈലിൽ വരിക, സർവീസസിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ഉള്ളിലുള്ള ടാഗുകളുടെയും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവുന്നത്. ഈ ബ്ലാക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ ടെക്സ്റ്റ് കുറച്ചുകൂടെ വലുതാക്കണം. അപ്പോൾ H3യുടെ H2 എന്ന് കൊടുത്താൽ കുറച്ചുകൂടെ വലുതാവും. H1 കൊടുത്താൽ കുറച്ചുകൂടെ വലുതാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും വലുതായ പോരാ, നല്ല കണക്ക് സൈസ് വേണം. സർവീസസിനകത്ത് H1 ആണ് കൊടുത്തിരിക്കുന്നത്. സർവീസസിനകത്തുള്ള H1 ടാഗിലുള്ള സൈസ് നമ്മൾ ഫോണ്ട് സൈസ് കൂട്ടാൻ പോവുകയാണ്. അതൊരു 2 RM കൊടുത്തു നോക്കാം. കുറച്ചുകൂടെ വലിപ്പം വേണം. 3 RM കൊടുക്കാം. ഓക്കെ, ഇത് ഏകദേശം ഓക്കെയാണ്. ഇനി ഇത് സെന്ററിലേക്ക് വരണം. സെന്ററിലേക്ക് വരണമെങ്കിൽ ഇതിന്റെ ഈ ഡിവിഷൻ അതിന്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കണം. ഈ ഡിവിഷൻ നമ്മൾ ക്ലാസ് കൊടുത്തിട്ടില്ല. ക്ലാസ് കൊടുത്തെങ്കിലേ അതിന്റെ സ്റ്റൈൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന് ക്ലാസ് കൊടുക്കാം. ക്ലാസ് സർവീസസ് ടൈറ്റിൽ എന്ന് കൊടുക്കാം. ഡോട്ട് സർവീസസ് ടൈറ്റിൽ. ഇതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഡിസ്പ്ലേ എന്തായിരിക്കണം, ഫ്ലെക്സ് ആയിരിക്കണം. ഇനി ഈ ടെക്സ്റ്റ് നമുക്ക് നടുക്ക് കൊണ്ടുവരണം, കാരണം ഇതിനകത്ത് നടുക്കാണല്ലോ. അപ്പൊ നടുക്ക് എത്തിക്കണം, സെൻട്രൽ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ എന്ന് കൊടുത്താൽ മതി, സെന്ററിലേക്ക് വരും. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ്. ആ ഇമേജിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇമേജ് അവിടെ ഫിക്സഡ് ആണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇമേജ് സ്ക്രോൾ ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ വിൻഡോ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്തെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സർവീസസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ കളർ ഈ കളറാണ് കൊടുക്കേണ്ടത്. കളർ പിക്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്, കളർസ് ഇല്ല എന്ന് പറയും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ക്രോമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി സർവീസസ് ടൈറ്റിലിനകത്തുള്ള H1 അതിനെന്ത് കൊടുക്കണം, കളർ കൊടുക്കാം.
നേരത്തെ ഞാൻ കോപ്പി ചെയ്ത കളർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കളർ ഇവിടെ ആയത് കാണാം. ഇവിടെ നിങ്ങൾ കാണുന്നത് സർവീസസ് എന്നതിനകത്തും സർവീസസ് ടൈറ്റിൽ എന്നതിനകത്തും H1 കൊടുത്തിട്ടുണ്ട്. സർവീസസ് എന്നതിനകത്ത് കൊടുത്തത് ഈ സർവീസസിനകത്ത് വരുന്ന എല്ലാ H1നും ആ ഒരു സ്റ്റൈൽ ബാധകമാകും. എന്നാൽ സർവീസസ് ടൈറ്റിൽ കൊടുത്തതിന് ശേഷമുള്ള H1 കൊടുത്തിരിക്കുന്നതിനകത്ത് സർവീസ് ടൈറ്റിലിനകത്തുള്ള അതായത് ഈ ഡിവിഷനകത്തുള്ള H1 മാത്രമേ അത് ബാധകമാകത്തുള്ളൂ. നിലവിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു കോഡ് ഇതിനകത്ത് മതി, സർവീസസ് ടൈറ്റിലിനകത്ത് മതി. ഇനി ഇതിന്റെ താഴെ ഒരു ഡിവിഷൻ കൂടെ ഉണ്ടല്ലോ. ആ ഡിവിഷനിൽ വരേണ്ടത് എന്താണ്? 3 കാർഡുകളാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്ലാസ് സർവീസസ് കാർഡ്സ് എന്ന് പറയുക. ഒരു ക്ലാസിന്റെ പേര് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസിന്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് 3 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. 3 കാർഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 3 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡിവിഷൻ ഇത്, രണ്ടാമത്തെ ഡിവിഷൻ ഇത്, മൂന്നാമത്തെ ഡിവിഷൻ ഇത്. നമുക്ക് ഇവിടെ വേണ്ടത് 3 കാർഡാണ്. അതുകൊണ്ടാണ് ആ 3 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഓരോ കാർഡിലും എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഓരോ കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ ഒരു ഐക്കൺ ഉണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ. 3 ടാഗുകളാണ് ഇവിടെ ഉള്ളത്. 3 എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഒരു ഐക്കൺ, താഴെ ഒരു ഹെഡിങ്, താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു പാരഗ്രാഫ്. 3 വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സെൻട്രലാണ്. അതോടൊപ്പം കാർഡിന്റെ സൈഡ് നോക്കിയാൽ, കോർണർ നോക്കിയാൽ മനസ്സിലാകും, അത് ചെറുതായിട്ടൊന്ന് ചെറിയ റേഡിയസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ എലമെന്റ് വേണ്ടത് ഒരു ഐക്കൺ ആണ്. അതിന് img തൽക്കാലം ഒരു ഇമേജ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇമേജ് വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊരു സൈസ് കൊടുക്കാം. ആ സൈസ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ സർവീസ് കാർഡ്സ് എന്ന് പറഞ്ഞ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിനുള്ളിലെ ഇമേജ് ടാഗിലാണ് നമ്മൾ സൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സർവീസസ് കാർഡ്സ് എന്ന ക്ലാസ്സിനുള്ളിലെ ഇമേജിന് നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്നത് സർവീസസ് കാർഡ്സ് എന്ന് ഡോട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം img എന്ന് കൊടുക്കുക. ഇനി ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റൈലുകളെല്ലാം ഈ സർവീസസ് കാർഡ്സിനുള്ളിലെ എല്ലാ img ടാഗുകൾക്കും ബാധകമായിരിക്കും. ഇതിന്റെ വിഡ്ത്ത് കൊടുക്കുകയാണ് 100 പിക്സൽ കൊടുത്തത്. ഹൈറ്റ് കൊടുക്കുക 100 പിക്സൽ. ഇത് img ടാഗിനെ ബാധിച്ചിട്ടില്ല. സ്റ്റൈലായിട്ട് കൊടുക്കും. ഇവിടെ imgയിൽ സ്റ്റൈലായിട്ട് കൊടുത്തപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതിനകത്തുള്ള സ്പെല്ലിംഗ് തെറ്റിയതായിരിക്കും. നോക്കാം, സ്പെല്ലിംഗ് തെറ്റിയതാണോ ചെക്ക് ചെയ്ത് നോക്കാം. സർവീസ് കാർഡ്സ് നൽകുക, സർവീസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് ക്ലാസ്സിന്റെ നെയിം സ്പെല്ലിംഗ് ഒരു തെറ്റാതെ ഇപ്പോഴത്തെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പറ്റത്തുള്ളൂ. ഇനി ഡിവിഷൻ, സർവീസസ് കാർഡ്, സർവീസസ് കാർഡ് എന്ന് പറയുന്നത് സർവീസസ് കാർഡ്സ് എന്നുള്ളത് മൊത്തത്തിൽ 3 കാർഡുകൾ ഉൾപ്പെടുത്തിയാണ്. കാർഡ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു കാർഡിന് സർവീസസ് കാർഡ് എന്ന ക്ലാസ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ് സ്റ്റൈലിൽ വന്നിട്ട്
സർവീസസ് കാർഡ്സ്, സർവീസസ് കാർഡ് സ്റ്റൈൽ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് നമ്മൾ ചെയ്തതിനകത്തുള്ളത് വൈറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉള്ളത് കൊണ്ട് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് വൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കും. പക്ഷെ ഇവിടെ വൈറ്റ് ആയിട്ട് തന്നെ കൊടുത്താൽ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് കളർ മാറ്റി കൊടുക്കുക. കളർ കറുപ്പ് ജസ്റ്റ് കൊടുത്തോളാം. ഓക്കെ, ഫുൾ സ്പേസ് എടുത്തിട്ടുണ്ട്. കളർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോവർ ചെയ്തിട്ട് ചൂസ് ചെയ്യാനും പറ്റും. കുറച്ചും കൂടെ ലൈറ്റ് കളറായിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റി കൊടുക്കുമ്പോൾ വൈറ്റ് തന്നെ ആക്കും തിരിച്ച്. ഓക്കെ, സർവീസസ് കാർഡ് നോക്കിയേ ഫുൾ സൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ക്ലിയർ ആക്കണം. ഫുൾ സൈസ് എടുക്കാൻ പാടില്ലല്ലോ. അതുപോലെ നേരത്തെ കാണിച്ച ഇതിനകത്ത് ഉള്ളതുപോലെ വരണം. ക്ലിയർ ആക്കാം. ആദ്യം ഇമേജ് കൊടുത്തു, എലമെന്റ്സ് ഒക്കെ ആദ്യം ആഡ് ചെയ്യുന്നു. ഈ അടുത്ത് എന്താണ് ഒരു ഹെഡിങ് ആണ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്. അത് കഴിഞ്ഞ് അതിന്റെ പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സ്കിൽ അവിടെ, സർവീസ് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ H1 ടാഗിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കൊടുക്കുന്നു. അതിന് താഴെ പാരഗ്രാഫ് ടാഗിൽ ആ പാരഗ്രാഫിലും കൊടുക്കുന്നു. ഇടയ്ക്ക് നമുക്ക് കട്ടിങ് വേണമെങ്കിൽ ബ്രേക്ക് കൊടുത്ത് കട്ട് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇത് അലൈൻ ചെയ്ത് തന്നോളൂ. ഇത് കാർഡിന്റെ നടുക്ക് വരണം. സർവീസസ് കാർഡിന്റെ സെൻട്രലായിട്ട് വരണം. സർവീസസ് കാർഡ് ഡിസ്പ്ലേ എക്സ് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ. ഇപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്ത് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ കൊടുത്തപ്പോൾ നടുക്കായിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ ഇത് നേരത്തെ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്തിരുന്നത് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ ഹൊറിസോണ്ടലായിട്ട് അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിസ്പ്ലേ ഫ്ലെക്സിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. നമുക്കതിനെ വെർട്ടിക്കൽ ആക്കണം. അതിന് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോളം എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെഡിയാവും. എന്നിട്ട് അത് നമുക്ക് സെൻറ്റർ ആക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ, അലൈൻ ഐറ്റംസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റിഫൈ കണ്ടന്റ് അല്ല, അലൈൻ ഐറ്റംസ് കൊടുക്കണം. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ആക്കുന്നത് റോയിൽ വരുമ്പോഴാണ്. അത് ഫ്ലെക്സ് ഡയറക്ഷൻ റോയിലായിരിക്കുമ്പോഴാണ് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ ആകുന്നത്. ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആയിരിക്കുമ്പോൾ അലൈൻ ഐറ്റംസ് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ചെയ്യുന്നത് സെൻറ്ററിലോട്ട് വരും. ഓക്കെ, നമുക്ക് 3 കാർഡ് വേണം. അപ്പൊ ഇതിന്റെ ഇതേ സാധനങ്ങൾ തന്നെ നമ്മൾ 3 കോപ്പി ചെയ്തിടാൻ പോകുന്നത്. ഒരു കാർഡിനകത്തുള്ള ഒരു ഡിവിഷനിനകത്തുള്ളത് തന്നെ എല്ലാ ഡിവിഷനിനകത്തും കൊടുക്കാം. ഓക്കെ, 3 വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ അലൈൻ ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഇപ്പൊ സർവീസസ് കാർഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് വരിക. ഫ്ലെക്സ് ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ് ഡിഫോൾട്ട് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് റോ ആയിട്ടാണ് അലൈൻ ചെയ്യുക. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അലൈൻ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഇതിന്റെ കൊല്ലത്തിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ജസ്റ്റ് വരുത്താനുണ്ട്. ഇതിനകത്ത് പിന്നെ ഗ്യാപ്പ് കുറച്ചുണ്ട്. ഗ്യാപ്പ്, അതായത് ഓരോ ഐറ്റത്തിന്റെയും ഇടയിൽ, എലിമെന്റിന്റെ ഇടയിൽ ഗ്യാപ്പ് വേണം. 2 rem കൊടുത്തു. 2 rem നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. ഒരു കാണാൻ നിലയ്ക്കുള്ള നിലയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 rem കൊടുക്കുന്നു. ഈ സർവീസസ് കാർഡിനകത്ത് ഒരു പാഡിങ് ആവശ്യമുണ്ട്. കാരണം ഇവിടെയൊക്കെ കണ്ടല്ലേ ചേർന്ന് നിൽക്കുകയാണ്.
ഇതിന്റെ ബോർഡറിനോട് ചേർന്ന് നിൽക്കുകയാണ് കാർഡിന്റെ. അതിനകത്ത് പാഡിങ് ഒരു അല്പം കൊടുക്കാം. പാഡിങ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് അത് ഒരു മാർജിൻ പോലെ എടുക്കും, സ്പേസ് എടുക്കും. ഉള്ളിൽ നിന്ന് അകത്തോട്ട് കുറച്ച് സ്പേസ് എടുക്കും. എലമെന്റിന്റെ ഉള്ളിൽ നിന്ന് അകത്തോട്ട് സ്പേസ് എടുക്കുന്നതിനാണ് പാഡിങ് എന്ന് പറയുന്നത്. നമുക്കൊരു 1 RM കൊടുത്തു നോക്കാം. അപ്പൊ കുറച്ച് ആവശ്യത്തിന് സ്പേസ് ആയിട്ടുണ്ട്, അത് മതി. പാഡിങ് ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും ആവശ്യമില്ല, ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പാഡിങ് ലെഫ്റ്റ് 1 RM, പാഡിങ് റൈറ്റ് 1 RM. ഓക്കെ, ഇപ്പൊ ഇത് ഓക്കെ ആയിട്ടുണ്ട്. കോർണർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസ് ഒരു 1 RM കൊടുത്തപ്പോൾ ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. സർവീസസ് കാർഡ്. ഈ സർവീസസ് കാർഡ് എന്ന് പറയുന്നത് ഈ കാർഡാണ്. ഇത് ഒരു കാർഡിനാണ് സർവീസസ് കാർഡ്. അതിന്റെ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് ഫുൾ ആയിട്ട് ആവും. ഇപ്പോഴും ഇതെന്താണ്, ആ ഒരു സ്പേസ് മുഴുവനായിട്ട് എടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇതിനകത്തുള്ളത് നടുക്ക് മാത്രമേ നിൽക്കാവൂ. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഹിസ്റ്ററി കണ്ടന്റ് നമുക്കിത് മൊത്തത്തിലൊരു ബോർഡർ കൊടുക്കണം. കാർഡിന് ഒരു നിശ്ചിത വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാർഡ് എന്ത് ചെയ്യും, വലുതായിക്കൊണ്ടിരിക്കും. സ്ക്രീൻ വലുതാവുന്നതനുസരിച്ച് കാർഡിന്റെ വിട്ട് ഇങ്ങനെ കൂടും. സ്ക്രീൻ ചെറുതാകുമ്പോൾ കാർഡിന്റെ വിട്ട് കുറയും. അപ്പൊ അതൊരു വൃത്തികേടാവും ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് കാർഡിന് ഒരു വിട്ട് കൊടുക്കാം. 5 RM പറ്റത്തില്ല, ചെറുതായി പോകും. 15 RM കറക്റ്റ് ആണ്. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ ആകുന്നില്ല. സർവീസസ് കാർഡ്സ് അതിനകത്താണ് കൊടുക്കേണ്ടത്. അതായത് സർവീസസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡിന്റെ ഡിസൈൻ മാത്രമാണ്. നമുക്ക് സെൻട്രലിലേക്ക് വരണമെങ്കിൽ സർവീസസ് കാർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഡിവിഷനെ സെൻട്രലാക്കും. അതിന്റെ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ ആക്കും. അപ്പൊ സർവീസസ് കാർഡ്സ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻട്രൽ, കറക്റ്റ് സെൻട്രൽ വരും. ഇവിടെ നമുക്ക് കറക്റ്റ് 15 കൊടുക്കുകയും ചെയ്യാം. കറക്റ്റ് അളവിലാണ്. അപ്പോൾ നമ്മൾ വലുതാക്കിയാലും സ്ക്രീൻ വലുതാക്കിയാലും അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സർവീസസിന് മുകളിലും താഴെയും കുറച്ച് മാർജിൻ ഉണ്ട്. താഴത്തെ നമ്മുടെ കാർഡ്സുകളുടെ താഴെയും കുറച്ച് മാർജിൻ ഉണ്ട്. നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് സ്പേസും മാർജിനും ഒക്കെ ആഡ് ചെയ്യണം, അപ്പോഴേ അതിന് ലുക്ക് വരത്തുള്ളൂ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റീവേജ് കൊടുക്കണം. ഓക്കെ, സർവീസസ് കാർഡിന്റെ പാഡിങ് ടോപ്പ് അറിയാൻ കൊടുക്കാം. സർവീസസ് കാർഡ്സ്, അതായത് ഈ ഒരു
ഡിവിഷൻസ്, ഈ 3 ഡിവിഷനുകളും നിൽക്കുന്ന മൊത്തത്തിലുള്ള ഡിവിഷൻ ഉണ്ടല്ലോ, അതായത് സർവീസസ് കാർഡ്സ്, അതിന്റെ താഴെ ഒരു മാർജിൻ കൊടുക്കുക, താഴെ മുകളിൽ ഒരു മാർജിൻ കൊടുക്കുക. മാർജിൻ ബോട്ടം 5 അറിയാം വന്നിട്ടില്ല, പാഡിങ് കൊടുക്കുക. വന്നിട്ടുണ്ട്, സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. മാർജിൻ കൊടുത്താലോ, മാർജിൻ ആയാലും അത് വന്നിട്ടുണ്ട്. മാർജിൻ ടോപ്പ് 5 അറിയാം. ഓക്കെ, സർവീസസിന്റെ ഇവിടെയും കുറച്ച് എന്താണ് മാർജിൻ വേണം മുകളിൽ. അതായത് സർവീസസ് ടൈറ്റിൽ അതിന് മുകളിലാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ട് മാർജിൻ ടോപ്പ് 5 അറിയാം. അപ്പൊ അവിടെയും കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടന്റ് മാറ്റി കൊടുക്കാം. കണ്ടന്റ് നമ്മൾ ഒരേ കണ്ടന്റ് ആണ് ഇട്ടേക്കുന്നത്. കണ്ടന്റ് നമുക്ക് ഇതിനകത്തുള്ള കണ്ടന്റ് മാറ്റി കൊടുക്കാം. ഓക്കെ, മൂന്നാമത്തെ കണ്ടന്റ് ഇടാം. നിങ്ങൾ കണ്ടന്റ് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടില് ഇമേജ് എങ്ങനെ കൊടുത്താൽ നോക്കാം. സർവീസസ് കാർഡ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഇമേജ് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് URL ഇമേജസ് സ്ലാഷ് കാർഡ്സ് അല്ലല്ല കാർഡ്, അതായത് സർവീസസ് എന്ന് പറയുന്ന അത് മുഴുവൻ ആ സെക്ഷന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അല്ലാതെ ഈ ബാക്ക്ഗ്രൗണ്ട് സർവീസസ് എന്ന് പറയുന്നത് ഓക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ് ചേർക്കാം. URL ഇമേജിന്റെ നെയിമിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമുക്ക് നല്ലൊരു ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇമേജസ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. നമ്മുടെ ഫയലിൽ വരിക, അവിടെ ഇമേജസ് എന്ന് പറഞ്ഞ നേരത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിന്റെ ഉള്ളിലാണ് ഇമേജുകൾ ആഡ് ചെയ്തത്. നമുക്കൊരു ഈ ഇമേജ് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് URL ഇമേജസ് ഓക്കെ. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ChatGPT വഴി സെർച്ച് ചെയ്യാൻ കൂടെ കാണിച്ചത്. ഇങ്ങനെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അല്ല, ഇപ്പൊ എങ്ങനെ ക്ലിയർ ആക്കും? ChatGPT-ലോട്ട് വരുന്നു.
സെർവർ നെറ്റ്വർക്ക് എറർ ഉണ്ട്. അല്ലാതെ തന്നെ കാണിച്ചില്ല. കവർ സർവീസസിനകത്ത് എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കാണിച്ചുതരാം. സർവീസസ് സെക്ഷൻ, അവിടെ ക്ലാസ് സെക്ഷൻ സർവീസസ് സ്റ്റൈലോട്ട് വരിക. ഹോം സെക്ഷനാണ് സർവീസസ് സെക്ഷൻ. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റ് ഫിക്സ്ഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സെന്റർ, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ്, ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ. ഇതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് സൈസ് എന്നൊരു അട്രിബ്യൂട്ട് എടുത്തിട്ട് അവിടെ കവർന്ന് കൊടുക്കണം. അതിന് കവർന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഇമേജ് ഫുള്ളായിട്ട് അവിടെ കാണിക്കും. പക്ഷെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതും ആ ഇമേജ് കൂടെ സ്ക്രോൾ ആവുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എന്തില്ല, അത് ആ ഇമേജ് കൂടെ സ്ക്രോൾ ആവുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സ്ക്രോൾ ആവുന്നില്ല. അപ്പൊ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്നുള്ളത് ഫിക്സഡ് ആണ്. അറ്റാച്ച്മെന്റ് ആണ് ഫിക്സഡ്. അറ്റാച്ച്മെന്റ് ഫിക്സഡ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതിന് പാഡിങ് വന്നിട്ടില്ല. നോക്കിയാൽ നമ്മുടെ താഴത്തെ കാർഡുകൾ താഴെ തട്ടി നിൽക്കുകയാണ്. അപ്പൊ കാർഡ് നമ്മൾ മാർജിനാണ് കൊടുത്തത്, അതുകൊണ്ട് താഴെ തട്ടിയിരിക്കുന്നത്. കാർഡ് പാഡിങ് ബോട്ടം കൊടുക്കും. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം മാർജിൻ ബോർഡർ എന്ന് പറഞ്ഞാൽ എലിമെന്റ്സിന്റെ പുറത്താണ് അത് സ്പേസ് എടുക്കുന്നത്. പാഡിങ് എന്ന് പറയുമ്പോൾ എലിമെന്റ്സിന്റെ അകത്തുനിന്ന് സ്പേസ് എടുക്കും. ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്, അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. സർവീസസിന്റെ ഒരു മാർജിനാണ് മുകളിൽ വരുന്നത്. അത് നമുക്ക് ആ സർവീസസ് ടൈറ്റിലില് മാർജിൻ ടോപ്പ് എന്നുള്ളത് പാഡിങ് ടോപ്പ് ആക്കാം. അപ്പോൾ ഓക്കെ ആവും. മാർജിൻ ടോപ്പ് ഞാൻ നേരത്തെ പറയുന്നത് മാർജിനാണ് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ മാർജിനാണ് ഇടുന്നതെങ്കിൽ ഈ സർവീസസ് എന്ന് പറയുന്ന എലമെന്റിൽ പുറത്താണ് അത് മാർജിൻ എടുക്കുക, അതുകൊണ്ട് അവിടെ വൈറ്റ്. പക്ഷെ പാഡിങ് ആണ് ഇടുന്നതെങ്കിൽ അതിന് അകത്തായിരിക്കും. അപ്പോൾ ആ ഇമേജ് ഉൾപ്പെടെ അവിടെ കാണിക്കും. ഓക്കെ,
ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ജസ്റ്റ് നോക്കാം. അതായത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് സെൻട്രൽ ആയിട്ട് വന്നിട്ടില്ല. എന്താണ് കാരണം ജസ്റ്റ് നോക്കാം. സർവീസസ് കാർഡ് ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കണം, വൈറ്റ് ആക്കണം. അതിന് ഓക്കെ, ഇപ്പോൾ വൈറ്റ് ആക്കി. സർവീസസ് കാർഡിലെ H1 അതിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ആയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് തന്നെ എടുത്ത് ഇവിടെ ഇട്ടാലും മതി. ഇതിനകത്തുള്ള എല്ലാത്തിനും അത് ബാധകമാവും. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് സ്പേസ് എടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെയും പാരഗ്രാഫിന്റെയും അവിടെ ഒരുപാട് സ്പേസ് എടുത്തിട്ടുണ്ട്. ഓരോ സർവീസസ് കാർഡിനകത്ത് പാരഗ്രാഫ് സ്പേസ് നമുക്ക് കുറയ്ക്കാം. മാർജിൻ 0. ഓക്കെ, ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റിന് ഒരു മാർജിൻ എടുത്തിട്ടുണ്ടാവും, അത് നമുക്ക് കുറയ്ക്കണം. സർവീസസ് കാർഡ് H1 ഇട്ടേക്കുന്നത്. മാർജിൻ ബോട്ടം 0 അല്ല 0.1. അറിയാം, തീരെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 0.5 കൊടുത്തോ. ഓക്കെ, ഇതൊക്കെയാണ്. ഓക്കെ, മാർജിൻ ടോപ്പാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ താഴെ അത് മാർജിൻ നഷ്ടപ്പെടും. ഓക്കെ, സർവീസസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഐക്കണാണ് കൊടുക്കേണ്ടത്. ഐക്കൺ കൊടുക്കുന്നതിന് ഒരു എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് സർവീസസിലേക്ക് വരുമ്പോൾ FA ലാപ്ടോപ്പ് കോഡ് എന്ന് കൊടുത്തേക്കുന്നത്. ഇത് ഒരു ലിങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ കോഡ് കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഈ കോഡ് ജസ്റ്റ് ആഡ് ചെയ്താൽ ഇമേജ് അവിടെ കാണിക്കും. ഇവിടെ നമുക്കിവിടെ IMG മാറ്റിയിട്ട് ആ കോഡ് അവിടെ കൊടുക്കാം. പക്ഷെ ഇവിടെ കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ലിങ്ക് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ നമ്മുടെ സ്റ്റൈലുകൾ നമ്മുടെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ഫോൾഡറിന് ഉള്ളിലുള്ള സ്റ്റൈൽ നമ്മൾ ഇതിലേക്ക് ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് കണക്ക് ഇമേജസിന്റെ ഫോൺസ് ഒക്കെ ഐക്കൺസ് ഒക്കെ ഉള്ള ഒരു നെറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എടുക്കണം. അപ്പൊ അതിന്
ആ ലിങ്ക് ആഡ് ചെയ്തെടുക്കാം. ഇവിടെ ക്ലൗഡ് ഫെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു, അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ ആ ലിങ്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. സർവീസ് കാർഡിലെ ഐ എന്ന് പറയുന്ന ഐക്കൺ ആണത്. നമുക്ക് അതിനെ സ്റ്റൈൽ ചെയ്യണം. കളർ കൊടുക്കാം. ഓക്കെ, കളർ ഇതേ കളർ തന്നെ കൊടുത്തിരിക്കുകയാണ്. സൈസ് 5 അറിയാം. ഫോണ്ട് സൈസ് എന്നാണ് കൊടുക്കേണ്ടത്. 3 അറിയാൻ കൊടുക്കും. ലോഡ് ചെയ്യുക, അപ്പോഴാണ് വരിക. വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ ഒരു ഐക്കൺ ആണത്. അതുപോലെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റിന്റെ ഐക്കൺ കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്ന ഐക്കൺ തന്നെ കൊടുക്കണം. നിങ്ങളുടെ ഐക്കൺ എന്ത് ചെയ്യുക, ക്ലൗഡ് ഫെയർ സെർച്ച് ചെയ്യാം. ഇമേജ് മാറ്റിയിട്ട് കൊടുക്കുന്നു. അവിടെ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, മൂന്നിടത്തും കളർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വീതി കൂട്ടിയിട്ടാണ് ഓഫ് ചെയ്യുന്നത്. നിങ്ങൾക്കത് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ കൊടുക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സർവീസസ് കഴിഞ്ഞാൽ ഇത് എബോട്ട് മീ സെക്ഷൻ ആണ്. ഇന്നലെ ചെന്ന ഒരു വർക്കിംഗ് സെക്ഷൻ ആണ് എബോട്ട് മീ സെക്ഷൻ. പുതിയൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ക്ലാസ് നെയിമായിട്ട് എബോട്ട് കൊടുക്കുന്നു. എബോട്ട് മീ സെക്ഷനിൽ എത്ര ഡിവിഷൻസ് വേണം എന്ന് നോക്കാം. അപ്പോൾ 2 ഡിവിഷനാണ് വേണ്ടത്. ഒന്ന് ഇമേജിന്റെ ഡിവിഷൻ, മറ്റൊന്ന് ടെക്സ്റ്റ് ഡിവിഷനാണ്. ടെക്സ്റ്റിനകത്ത് തന്നെ രണ്ട് എലമെന്റ്സ് വേണം. ഒന്ന് ലാർജ് ടെക്സ്റ്റ് എലമെന്റ്, മറ്റൊന്ന് പാരഗ്രാഫ് എലമെന്റും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എബോട്ട് മീ സെക്ഷന് വേണ്ട 2 ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് ഇമേജിന് വേണ്ടിയുള്ള ഡിവിഷൻ, മറ്റു ഡിവിഷൻ ടെക്സ്റ്റിന് വേണ്ടിയുള്ള ഡിവിഷനാണ്. നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. നമ്മുടെ എബോട്ട് മീൽ സ്റ്റൈൽ നേരത്തെ ഒരു എക്സാമ്പിളിനോട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എബോട്ട് മീയുടെ ആ ഒരു സെക്ഷനിൽ കളറും ഹൈറ്റ് പിക്സലൊക്കെ കാണിക്കുന്നത്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് പോകുന്നുണ്ട്. സർവീസസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന സർവീസ് എന്ന് കമന്റിന്റെ താഴെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എബോട്ട് മീ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമന്റ് ചെയ്യുന്നു, എബോട്ട് കൊടുക്കുന്നു. താഴെ എബോട്ട് ഈ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാനുള്ള കോളം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഇവിടെ കാണാൻ പറ്റും. അടുത്ത് വേണ്ടത് ഇപ്പോൾ ഈ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇമേജ് ടെക്സ്റ്റിന്റെ സെക്ഷനാണ്. മുകളിലൊരു ലാർജ് ടെക്സ്റ്റും താഴെ ഒരു പാരഗ്രാഫിന്റെ നോർമൽ ടെക്സ്റ്റും ആണ്. ഇവിടെ ഡിവിഷനകത്ത് വന്നിട്ട് H1 കൊടുക്കുന്നു. എബോട്ട് ഹെഡിങ് എടുത്ത് അവിടെ ഒരു പാരഗ്രാഫ് സെക്ഷൻ കൊടുക്കുന്നു.
അവിടെ ഇത് കോപ്പി ചെയ്തിടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുറിച്ചുള്ള എബോട്ട് കൊടുക്കുക. കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അലൈൻ ചെയ്ത് ഇതുപോലെ ആക്കണം. ഓക്കെ, ആദ്യം ഈ അബൌട്ട് സെക്ഷൻ എന്നുള്ളത് സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കാണ്. അപ്പം ഇത് ഡിഫോൾട്ട്ലി റോ ആയിട്ടാണ്, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത്. നമുക്ക് അതാണ് വേണ്ടത്. പിന്നെ കണ്ടന്റ് നടുക്ക് വരണം. അപ്പോൾ അതിന് ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ. ഒന്നില്ലെങ്കിൽ അലൈൻ ഐറ്റംസ്, രണ്ടിലതിനെ ഒന്ന് എടുക്കുക. അത് റോ ആയിരിക്കുമ്പോൾ ഐറ്റംസ് ആണ് കൊടുക്കേണ്ടത്. കോളം ആയിരിക്കുമ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. തിരിച്ചു മനസ്സിലാക്കുക. ഡൗട്ട്സ് വരണ്ട. ഇതിനിപ്പോ അലൈൻ കണ്ടന്റ് ഐറ്റംസ് കൊടുത്ത് സെൻറ്റർ വന്നില്ലെങ്കിൽ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലായിക്കോളും. അതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ് അതിന്റെ ജസ്റ്റിഫൈ കണ്ടന്റ് അലൈൻ ഐറ്റംസ് മാറണം, സെൻറ്ററിലാക്കും. നമുക്ക് സെൻറ്റർ ആയിട്ടുണ്ട്, ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇനി അലൈൻ ചെയ്യാനുണ്ട്. ബോട്ട് കുറച്ചുകൂടെ വലുതാണ്. ഈ ബോട്ടിന്റെ H1 ടെക്സ്റ്റ് കൊണ്ട് സൈസ് ഒരു 3 ആറിയും കൊടുക്കുക. വലുതായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി 4 ആറിയും കൊടുക്കുക. ഓക്കെ, ഇനി സെൻറ്ററിലോട്ട് മാറണം. രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് വേണം. ബോട്ടിന്റെ മാർജിൻ ലെഫ്റ്റ് 4 ആറിയും, മാർജിൻ റൈറ്റ് 4 ആറിയും കൊടുക്കുന്നു. കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് സ്പേസ് ആയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സൈസ് കൊടുക്കാം. കൊടുത്തത് മാർജിൻ ടോപ്പ് എല്ലാം കൂടെ ചേർത്ത് മാർജിൻ 5 ആദ്യം കൊടുത്താൽ മതി. ഓരോന്നിനായിട്ട് കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് അങ്ങനെ വേണ്ടത്. ഫുള്ള് എല്ലാത്തിനും 5 ആരെയുമാണ് വേണ്ടതെങ്കിൽ പിന്നെ ഓരോന്നിനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേഡിയന്റ് കളറാണ്. ലീനിയർ ഗ്രേഡിയന്റ് കൊടുക്കാം. ആദ്യം ഒരു പച്ച കൊടുത്തിട്ട് രണ്ടാമത് ഇങ്ങനെ കൊടുക്കും.
ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രേഡിയൻ കളർ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ മാർജിൻ കൊടുത്തുകൊണ്ടാണ് മാർജിനായിട്ട് നമുക്കിവിടെ പാഡിങ് ആണ് വേണ്ടത്. ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ബോട്ടം ഈ സെക്ഷനിലെ ടെക്സ്റ്റിന്റെ കളറൊക്കെ നമുക്ക് മാറ്റാം. ടെക്സ്റ്റ് കളറ് വൈറ്റ് ആക്കണം. കളർ വൈറ്റ്, ബോട്ടം സെക്ഷനിലെ എല്ലാ കളറും വൈറ്റ് ആക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സെക്ഷനും ചെയ്യാൻ കഴിയും. ഇതിന്റെ ഫുൾ കോഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിന്റെ ഫുൾ കോഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഈ താഴെ പോർട്ട്ഫോളിയോ കോൺടാക്ട് ഈ സെക്ഷൻസ് കൊണ്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് ആഡ് ചെയ്ത് നോക്കുക. ഫുൾ കോഡ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ കോഡെല്ലാം ഇതുപോലെ കിട്ടും. കണ്ടന്റ്സുകൾ മാറ്റി കൊടുത്താൽ മതി. ഇമേജിന്റെ ലിങ്കുകൾ മാറ്റി കൊടുക്കുക, കണ്ടന്റുകൾ മാറ്റി കൊടുക്കുക, പോർട്ട്ഫോളിയോയിലെ ഇമേജസ് മാറ്റി കൊടുക്കുക, ഈ ടെക്സ്റ്റ് ഒക്കെ മാറ്റി നിങ്ങളുടേതാക്കുക. ഓക്കെ, താങ്ക് യു.